നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബന്ദി ഇടപാടും വെടിനിർത്തൽ ചർച്ചകളും ഫിനിഷിംഗ് ലൈനിലേക്ക് അടുക്കുമ്പോൾ ഹമാസ് നേതാവ് ഖലീൽ അൽ-ഹയ്യ തീവ്രവാദ ഗ്രൂപ്പിന്റെ സൈനിക വിഭാഗമായ ഇസാദീൻ അൽ-ഖസാം ബ്രിഗേഡിന്റെ ചുക്കാൻ പിടിച്ചതായി ഹമാസ് മുതിർന്ന ഉദ്യോഗസ്ഥൻ UK ആസ്ഥാനമായുള്ള ഖത്തർ വാർത്താ സംഘടനയോട് പറഞ്ഞിരിക്കുകയാണ്. ഗാസയിലെ സംഘടനയുടെ മുതിർന്ന നേതാവായി പ്രവർത്തിക്കുന്ന ഹയ്യയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ അൽ-ഖസാം ബ്രിഗേഡ് ഫീൽഡ് നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ഹമാസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അൽ അറബി അൽ ജദീദ് പറയുന്നത്. സിൻവാറിന്റെ ഡെപ്യൂട്ടി ആയിരുന്നു ഖലീൽ അൽ-ഹയ്യ. ഗാസയിൽ തടവിലാക്കപ്പെട്ട ജീവനുള്ള ബന്ദികളുടെ പട്ടിക ഭീകരസംഘം നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ ഹമാസ് ഉദ്യോഗസ്ഥർ നിഷേധിച്ചിരിക്കുകയാണ്. യുദ്ധം നടക്കുന്നതിനാൽ ഗാസയിലെ വിവിധ സായുധ വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം ബുദ്ധിമുട്ടാണെന്നാണ് നേതൃത്വം പറയുന്നത്. വെടിനിർത്തലിന് ശേഷം ബന്ദികളുടെ പൂർണ്ണമായ ലിസ്റ്റ് നൽകാൻ തയ്യാറാണെന്നും സുരക്ഷാ സ്ഥിതി സുസ്ഥിരമാക്കുമെന്നും ഹമാസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇതേസമയം വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും 100% വിജയകരമായിട്ടില്ല എന്നും ഈജിപ്ഷ്യൻ വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 10 ഉന്നത പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഇസ്രയേൽ വൈകിപ്പിച്ചിരിക്കുകയാണ്. ഈ 10-ൽ ഫത്തഹ് നേതാവ് മർവാൻ ബർഗൂത്തി, പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ സെക്രട്ടറി ജനറൽ അഹമ്മദ് സാദത്ത്, അബ്ബാസ് അൽ സെയ്ദ്, അബുല്ല ബർഗൂത്തി, ഇബ്രാഹിം ഹമദ്, ഹസൻ സലാമെ എന്നിവരുമുണ്ട്. മുതിർന്ന പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നു. സൈനികരെ തടവിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് അംഗീകരിച്ചതിനെ തുടർന്നാണ് ഒത്തുതീർപ്പിന് കളമൊരുങ്ങുന്നത്. സൈനികരിൽ 5 സ്ത്രീകളും അമേരിക്കൻ പൗരത്വമുള്ള 2 പുരുഷന്മാരും റഷ്യൻ പൗരത്വമുള്ള 2 പേർ കൂടി ഉൾപ്പെടുന്നുവെന്നാണ് ഖത്തർ പത്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേസമയം സെപ്റ്റംബർ പകുതി മുതൽ നവംബർ 26 വരെ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെയും ഹിസ്ബുള്ളയെ ശിരച്ഛേദം ചെയ്തത് തികഞ്ഞ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് എന്നാണ് IDF വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഫയർ പവറിന്റെ ഓരോ ലെവലും വെവ്വേറെ നിർണ്ണയിക്കാൻ IDF രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വർഷങ്ങളോളം ചെലവഴിച്ചിട്ടുണ്ട്. മോർട്ടറുകൾ, ഹ്രസ്വദൂര റോക്കറ്റുകൾ, ഇടത്തരം റേഞ്ച് റോക്കറ്റുകൾ, ദീർഘദൂര റോക്കറ്റുകൾ എന്നിവയെല്ലാം കൃത്യമായി നിരീക്ഷിച്ചു. കൂടാതെ മിലിറ്ററി ഇന്റലിജൻസ് തുടങ്ങിയ വസ്തുക്കളെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും അവയെ എങ്ങനെ ആക്രമിക്കാമെന്നും അവയുടെ ചെറിയ ചലനങ്ങൾ പോലും പിന്തുടർന്നിരുന്നു. ഹിസ്ബുള്ളയുടെ കമാൻഡർമാരിൽ ആദ്യ 3 തലങ്ങളിലുള്ളവരെയെല്ലാം ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇല്ലാതാക്കിയത് യാദൃശ്ചികമായിട്ടല്ല, മറിച്ച് രഹസ്യാന്വേഷണ ശേഖരണത്തിലും വിശകലനത്തിലും സൈന്യത്തിന്റെ കൃത്യതയിലും ദീർഘകാല വിശകലനത്തിന്റെ ഫലമായി തന്നെയാണ്. 1,50,000 റോക്കറ്റ് ആയുധ ശേഖരം ഉപയോഗിച്ച് ടെൽ-അവീവ് അമ്പരചുംബികളെ കഷ്ണങ്ങളായി മുറിക്കാനുള്ള ഹിസ്ബുള്ളയുടെ പ്ലാൻ തകിടം മറിക്കുന്നതിന് IDFന് സാധിച്ചത് ഈ കൃത്യമായ പ്ലാനിങ്ങിന്റെ ഫലം തന്നെയാണ്. അസ്രിയേലി ടവേഴ്സ്, കിരിയ സൈനിക ആസ്ഥാനത്തിന്റെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങൾ, ടെൽ-അവീവിലെ മറ്റ് സുപ്രധാനമായ ലാൻഡ്മാർക്കുകൾ എന്നിവയെല്ലാം തകർത്ത് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. IDFന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതനുസരിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്യാൻ IDFന് സമയം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഹിസ്ബുള്ളയ്ക്ക് ഈ ഉദ്യമങ്ങൾ നടത്താനാകാഞ്ഞിരുന്നത്. വടക്കൻ അതിർത്തിയിലെ ഗ്രാമങ്ങളുടെ വലിയ ഭാഗങ്ങൾ ഹിസ്ബുള്ള നശിപ്പിക്കുകയും സെപ്റ്റംബർ നവംബർ മുതൽ ഹൈഫ ഉൾപ്പെടെ രാജ്യത്തിന്റെ വടക്ക് 1/3 ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടത്ര തന്ത്രപരമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഹിസ്ബുള്ളയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന് IDF പറയുന്നു. പകരം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള, അദ്ദേഹത്തിന്റെ ആദ്യ പിൻഗാമി ഹാഷിം സഫിദ്ദീൻ, സൈനിക മേധാവി ഫുവാദ് ഷുക്കൂർ, ടോപ്പ് റദ്വാൻ കമാൻഡർ ഇബ്രാഹിം അഖിൽ തുടങ്ങിയവരെയെല്ലാം അദ്ദേഹത്തിന്റെ എല്ലാ ഉന്നത ഉപകമാൻഡർമാരെ ഉൾപ്പെടെ ഇതുകൂടാതെ മറ്റ് എണ്ണമറ്റ ഹിസ്ബുള്ള നേതാക്കളെയും IDF വധിച്ചിട്ടുണ്ട്. ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്ക് പിന്മാറാൻ ഹിസ്ബുള്ള സമ്മതിക്കുന്നതുവരെ IDF ഉപരോധം തുടർന്നുകൊണ്ടുപോവുകയും ചെയ്തു. ലെബനനിലെ IDFന്റെ വിജയത്തെ തുടർന്ന് അതിന്റെ രഹസ്യാന്വേഷണ ഓപ്പറേഷൻ ഉപകരണങ്ങൾ സിറിയൻ സൈന്യത്തിന്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ സമാനമായ നാശമാണ് വരുത്തിയിട്ടുള്ളത്. മലയാളി വാർത്ത ഇൻസൈഡ്.